ഇന്ന് രാവിലെ തന്നെ പല്ലും തേച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് അമ്മേനെ കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടാ. അമ്മയ്ക്ക് 2 ദിവസമായിട്ട് മേല് വേദന അതേപോലെ തന്നെ ചുമയൊക്കെ ഉണ്ടായിരുന്നെ. അത് കാണിക്കാൻ വേണ്ടിട്ടാ വന്നത്. അങ്ങനെ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോ വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, BP ഇടയ്ക്ക് ചെക്ക് ചെയ്യാൻ പറഞ്ഞുട്ടാ. അങ്ങനെ അവിടുന്ന് മരുന്നും മേടിച്ച് തൊട്ടടുത്തുള്ള ബാക്കിൽ നിന്ന് ഞം തിന്നാനുള്ള സ്നാക്സും കൂടി മേടിച്ചിട്ടുണ്ടായേ. പിന്നെ വീട്ടിലേക്കുള്ള അല്ലറ ചില്ലറ സാധനങ്ങൾ മേടിക്കുന്നതിന്റെ ഇടയിൽ 2 കോലുമിടയും കൂടി മേടിച്ചിട്ടുണ്ടാ. അവിടുന്ന് പിന്നെ ഓട്ടോ വിളിച്ച് നേരെ വീട്ടിലോട്ട് വിട്ടെ. വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഉമ്മർ തന്നെ ഞങ്ങളെയും കാത്തതേ ഒരാൾ ഇവിടെ ഇരിക്കുകയാണ്. ആ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ടാ അവളുടെ ഭാഷകളൊക്കെ ഇപ്പൊ ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും പോയി വന്നിട്ട് ഇതേപോലെ അവളെ എടുക്കുമ്പോണ്ടല്ലോ ഭയങ്കര സന്തോഷാട്ടോ അവൾക്ക്. നല്ല ചൂടായതുകൊണ്ട് ഒരു ലൈം ഉണ്ടാക്കിയിട്ട് ഇതേ കട്ട്ലേറ്റും സാധനങ്ങളും കഴിച്ചിട്ടുണ്ടായേ. ഇവളെ മുട്ട അടിച്ചപ്പോ തൊട്ടുള്ള എന്റെ ഒരു ആഗ്രഹമാണ് ഇവളെ അക്കുസേറ്റ് ആക്കണമെന്ന്. എന്തായാലും ഇന്ന് അത് സാധിച്ചുട്ടാ. എങ്ങനെയുണ്ട് ഗൈസ് ഞങ്ങളുടെ അക്കുസേറ്റ്, കൊള്ളാമോ എന്ന് കമന്റ് ചെയ്യണേ. ഇവളെ ഇങ്ങനെ അക്കുസേറ്റ് ആക്കാനായിട്ട് ഏറ്റവും കൂടുതൽ എന്നോട് പറഞ്ഞിട്ടുള്ളത് പ്രീതേട്ടനാണ് കേട്ടോ. ഈവനിങ് ആയപ്പോ അവളെയും കൊണ്ട് ഞങ്ങൾ നടക്കാൻ പോയേ. കുറച്ചേരം പറമ്പിലും ടർഫിലും ഒക്കെ ഇരുന്ന് കളിച്ചിട്ടാട്ടോ ഞങ്ങൾ പോന്നിട്ടുണ്ടായേ. പിന്നെ കുഞ്ഞിപ്പടിന്റെ ഈ സൈക്കിൾ ഉണ്ടല്ലോ, അത് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാവേ. വെറും 1500 രൂപയ്ക്കായിട്ടാ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചത്. അടിപൊളി സാധനമാണ്, ഇതെല്ലാം ക്വാളിറ്റി ആണ്. ഈ ഒരു പ്രൈസിന് എന്തുകൊണ്ടും വേർത്താണ് കേട്ടോ. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ സൈക്കിൾ വന്നിട്ട് നേരെ സീമേച്ചിന്റെ അവിടേക്കാണ് പോയത്. ഇവിടെ ആടും കോഴിയൊക്കെ ഉള്ളത് കാരണം അതിനെ കാണാനായിട്ട് കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അങ്ങോട്ടാട്ടാ പോയിട്ടുണ്ടായേ. ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടിൽ തുണ്ടിയാണ്. അതിനോടുള്ള സ്നേഹപ്രകടനം കണ്ടോ നിങ്ങൾ? കെട്ടിപ്പിടിച്ച് നിൽക്കുക കേട്ടോ. പിന്നെ അവിടെ നമ്മൾ നേരെ മുന്തസ്താടെ വീട്ടിലേക്കാണ് പോയത്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടംമാരിക്ക് പൂച്ചയാണ് കേട്ടോ. അതുങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, എന്റെ ചേച്ചിയുടെ മിക്ക ഡ്രസ്സുകളും തുന്നി തരുന്നത് ഈ മുന്തസ്തിയാണ് കേട്ടോ. കുഞ്ഞിപ്പെണ്ണാണെന്നുണ്ടെങ്കിൽ പൂച്ചേനൊന്നും ഒരു പേടിയില്ല, അവളിങ്ങനെ നോക്കിയിരിക്കായിരുന്നു കേട്ടോ. കറക്കൊക്കെ കഴിഞ്ഞ് അവൾ ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നിയപ്പോ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നേ.